أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون قالوا تالله إنك لفي ضلالك القديم. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 94 and 95, 94, 95 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം ഞാൻ അതിന്റെ വാക്കർത്ഥം ഒന്ന് പറയാം, എന്നിട്ട് നമ്മൾ അതിന്റെ വിശദമായ വർത്തമാനങ്ങളിലേക്ക് പോകാം. ഓക്കെ. ഫലമ്മ ഫസലത്തിൽ ഐറു, ഫലമ്മ ഫസലത്തിൽ ഐറു, അങ്ങനെ ആ യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ. ഫസല എന്ന് പറഞ്ഞാൽ ശരിക്ക് വേർപെടുക എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഏത് സ്ഥലത്താണോ ഉണ്ടായിരുന്നത് അവരവിടുന്ന് വേർപെട്ട് പിന്നെ പിരിഞ്ഞു പോയപ്പോൾ എന്നർത്ഥം. ആ യാത്രാ സംഘം അവരുടെ യാത്ര തുടങ്ങിയപ്പോൾ എന്ന് അതിന്റെ വാക്കർത്ഥം കേട്ടോ. കാല അബൂഹും, അപ്പോൾ അങ്ങ് അകലെ, കാതങ്ങൾ അകലെ, മൈലുകൾ അകലെ, അബൂഹും അവരുടെ പിതാവ് പറഞ്ഞു, ഇന്നീ ല അജിദു റീഹ യൂസുഫ്, തീർച്ചയായും ഞാൻ, ല അജിദു ഉറപ്പായിട്ടും ഞാൻ കാണുന്നു, റീഹ യൂസുഫ്, യൂസുഫിന്റെ ഗന്ധം ഞാൻ കാണുന്നു. ല അജിദു എന്ന് പറഞ്ഞാൽ, അജിദു എന്ന് പറഞ്ഞാൽ കാണുക കേട്ടാ, കാണുക. ശരിക്കും പറയേണ്ടിയിരുന്നത് എനിക്ക് അനുഭവിക്കുന്നു, അല്ലെ, ഞാൻ ഫീൽ ചെയ്യുന്നു എന്നാ പറയണ്ട. പക്ഷെ അജിദു എന്ന പദം പ്രയോഗിച്ചതിൽ ഒരുപാട് മീനിങ് ഉണ്ട്, അത് നമ്മൾ പറയാം. ഇനിയില്ല അജിദു റീഹ യൂസുഫ്, യൂസുഫിന്റെ ഗന്ധം, അദ്ദേഹത്തിന്റെ സ്മെല്ല്, അദ്ദേഹത്തിന്റെ സെന്റ് ഞാൻ കാണുന്നു. ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കാതിരിക്കുമെങ്കിൽ, നിങ്ങൾ എന്നെ ഭ്രാന്തൻ അല്ലെങ്കിൽ പിച്ചും പേയും പറയുന്നവൻ എന്ന് വിളിക്കാതിരിക്കുമെങ്കിൽ. തുഫന്നിദൂൻ, ആ പദം ഒരുപാട് വിശദീകരണങ്ങൾ അർഹിക്കുന്ന പദമാണ്. നമ്മൾ വിശദീകരിക്കാം എന്താണ് ആ പദത്തിന്റെ റൂട്ട്, അതിന്റെ മീനിങ്, അതിന്റെ ആശയം ഒക്കെ പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ പൊട്ടൻ എന്ന് വിളിക്കാതിരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് വിളിക്കാതിരിക്കുമെങ്കിൽ, അതും അല്ലെങ്കിൽ പിച്ചും പേയും പറയുന്നവൻ എന്ന് വിളിക്കാതിരിക്കുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും തിരക്കേടില്ല, ഞാൻ പറയുന്നു, ഞാനിപ്പോ യൂസുഫിന്റെ ഗന്ധം അനുഭവിക്കുന്നു, ഞാൻ കാണുന്നു. കാലു, അവര് മറുപടി പറഞ്ഞു, തല്ലാഹി, തല്ലാഹി ഇന്നക ലഫീ ദലാലികൽ ഖദീം, there is no hope in you. തല്ലാഹി ഉറപ്പായിട്ടും, ഇന്നക തീർച്ചയായും, നീ, താങ്കൾ, ലഫീ ദലാലികൽ ഖദീം, താങ്കളുടെ ആ പഴയ അതേ വഴികേടിൽ തന്നെയാണ്, ആ പഴയ ഡെല്യൂഷൻ, ആ പഴയ എന്താ പറയാ, പിന്നെ അന്ന് ഏതൊരു പിന്നെ നാശത്തിലാണോ താങ്കൾ ഉണ്ടായിരുന്നത്, അതേ നാശത്തിൽ തന്നെയാണ് താങ്കൾ ഇപ്പോഴും ഉള്ളത് എന്ന് അവര് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ കാലു, ഈ രണ്ടാമത് പറഞ്ഞ കാലു എന്നുള്ളത് ആരല്ല, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് അല്ല പറയുന്നത്, മറിച്ച് അവിടെ ഉള്ള വീട്ടിൽ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് പറയുന്നത്. ദർ ഈസ് എ ഗ്രേറ്റ് ഇംപ്ലിക്കേഷൻ, അതിൽ ഒരുപാട് മീനിങ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വിശദീകരിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. പക്ഷെ വാക്കർത്ഥം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ സീൻ ചേഞ്ച് ആവണം അല്ലെ. ഇവിടെ ഒരേ സമയത്ത് ക്യാമറ രണ്ട് സ്ഥലത്തേക്ക് പോവുകയാണ്. ഒന്ന്, ഈ സംഘം പുറപ്പെടുന്നു ഈജിപ്തിൽ നിന്ന്, അതെ അല്ലെ. എന്താ യൂസുഫ് അലൈഹി ഇസ്ലാം അവരോട് തൊട്ടുമുമ്പ് പറഞ്ഞ എന്താ, ഇദ്ഹബൂ ബി ഖമീസി ഹാദ, എന്റെ ഈ കുപ്പായമായിട്ട് നിങ്ങൾ പോണം എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് പിതാവിന്റെ മുഖത്ത് കൊണ്ടുപോയി ഇടണം എന്നാ പറഞ്ഞത്. അപ്പൊ അവര് പുറപ്പെട്ടു. ആ പുറപ്പെട്ടപ്പോ അപ്പുറത്ത് മീൻ വൈൽ ഇൻ കനാൻ അല്ലെ. സോ ക്യാമറ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇവര് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നു. അതേ സമയം ക്യാമറ അടുത്ത സീനിലേക്ക് പോവുകയാണ്. അതെന്താ, അതെവിടേക്കാ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്, കനാനില് അല്ലെ, ഇന്നത്തെ ഫലസ്തീൻ എന്ന് വിളിക്കുന്ന. അപ്പുറത്ത് ഒന്ന് ഈജിപ്റ്റ്, മറ്റത് ഫലസ്തീൻ. അവരുടെ പിതാവ് ഇത് പറയണം. അപ്പം ഇത് ശരിക്കും വാസ്തവത്തില് യാക്കൂബ് അലൈഹിസ്സലാം സംസാരിക്കുകയാണ് ഇവരോട്. ഫസല എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ ഒരു ശരിക്കൊരു മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസല എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം
ടു ഡിറ്റാച്ച് ഫ്രം സംതിങ്. ഒരു ഇപ്പോ ഇന്ന റബ്ബക യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, സൂറത്ത് സജദയിൽ അല്ലാഹു പറയുന്നത് അല്ല, ഇന്ന റബ്ബക യഫ്സിലു ബൈനഹും, അവരുടെ ഇടയിൽ നിങ്ങളുടെ നാഥൻ തീരുമാനം കൽപ്പിക്കും. ഫസ്ൽ, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, സൂറത്തിൽ അത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, ഏത് സൂറത്തിൽ അത്? നബ അല്ലെ, അമ്മയത്തെ സാലു, അതിലുണ്ട് അത് അല്ലെ. യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനം ഉണ്ടാകുന്ന ദിവസം, അത് ജഡ്ജ്മെന്റിന്റെ ഒരു വിധി പുറപ്പെടുവിക്കുന്ന ദിവസം, ആളുകളുടെ ഇടയിൽ തീരുമാനം കൽപ്പിക്കുന്ന ദിവസം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പിന്നെ യൂസുഫ് അലൈഹിസ്സലാം ഇവരോട് ഈ മറ്റേ കുപ്പായം കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ഈ യാത്രാ സംഘം അവിടുന്ന് പുറപ്പെടുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം ഇത് പറയുന്നു. അപ്പം ശരിക്കും മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഈ യാത്രാ സംഘം ഇവിടെ എത്തിയിട്ടുണ്ടോ? യാത്രാ സംഘം അവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ അല്ലെ. ഫസല എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് ആ വാക്കിന്, ആ വാക്ക് അവിടെ ഉപയോഗിച്ചത് കൊണ്ടുള്ള മീനിങ് അതാണ്. ഫസല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫസലിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ, ഈ നമ്മുടെ കയ്യില് അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലുകള്, ജോയിന്റുകൾ ഉണ്ടല്ലോ, ജോയിന്റുകൾ, ആ ജോയിന്റുകൾക്ക് പറയും ഫസൽ എന്ന്. നിങ്ങളുടെ എല്ലാ ഫസലിലും അനുഗ്രഹമുണ്ട്. ഈ ലുഹാ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ലുഹാ നമസ്കാരം എന്തുകൊണ്ട് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ 360 ജോയിന്റുകൾ ഉണ്ട്. ആ 360 ജോയിന്റുകളും നന്നായി പ്രവർത്തിക്കുന്നതിന്, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു നന്ദി പ്രകടനം കൂടിയായിട്ടാണ് നമ്മൾ ലുഹാ നമസ്കരിക്കേണ്ടത് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് അങ്ങനെ. അപ്പൊ അതാണ് ഫസൽ. ഈ പിന്നെ ഒരു സംഗതി, ഒരു ഒട്ടിയിരിക്കുന്ന ഒരു സംഗതി, അതായത് നേരെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു സംഗതി സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ശരിക്കും ഫസല എന്ന് പറയാം. തമയ്യുസു ഷൈ അൻ ഗൈരിഹി എന്ന് അറബി പറയും. അതിന്റെ ഫസലിന്റെ യഥാർത്ഥ അർത്ഥം തമയ്യുസു ഷൈ അൻ ഗൈരിഹി, ഒരു സംഗതി അതല്ലാത്ത സംഗതിയിൽ നിന്ന് വേർപിരിഞ്ഞു പോവുക. ഇപ്പൊ ഒരു ഷിപ്പ് ആങ്കർ ചെയ്തിരിക്കുന്നു ഒരു തുറമുഖത്ത്. ആ തുറമുഖത്ത് നിന്ന് അത് വിടിയിക്കുമ്പോൾ, അല്ലെ, ആങ്കറിങ് മാറ്റുമ്പോൾ, നങ്കൂരം ഇടുന്നത് മാറ്റുമ്പോൾ അതിനെ പറയും ഫസല എന്ന് പറയും. പ്ലെയിൻ, നമ്മൾ എയറോപ്ലെയിൻ ഉണ്ടല്ലോ, എയറോ ബ്രിഡ്ജ് എന്ന് വേർപെട്ടിട്ടാണല്ലോ നമ്മൾ പോവാ. പാസഞ്ചേഴ്സ് ഒക്കെ കയറി കഴിയുമ്പോൾ എയറോ ബ്രിഡ്ജ് എടുത്ത് മാറ്റുമല്ലോ അല്ലെ, കണ്ടിട്ടില്ലേ? എയറോ ബ്രിഡ്ജ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഫ്ലൈറ്റ് പുറപ്പെടും. അതിനെയാണ് ഫസൽ എന്ന് പറയാം. അത്രക്ക് സൂക്ഷ്മമായ ഒരു പദം അല്ല പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഈ യാത്രാ സംഘം യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കൽപ്പന പ്രകാരം അവർ പുറപ്പെടുന്നു. ഇത്തവണ പുറപ്പെടുമ്പോൾ ആരൊക്കെ ഉണ്ട്? ബ്രദേഴ്സ് മാത്രമല്ല ഉള്ളത്, പിന്നെ എല്ലാ മൊത്തം കുടുംബത്തെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ? മൊത്തം അല്ലെ, തൂനീബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെ, അതായത് ഈ ബ്രദേഴ്സ്, അവരുടെ വൈഫ്, അവരുടെ മക്കള്, ചിലപ്പോൾ മക്കളുടെ മക്കൾ ഉണ്ടാവും, കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാവും, എല്ലാവരെയും കൊണ്ടുവരാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂസുഫ് അലൈഹി ഇസ്ലാമ ഇവരോട് കൽപ്പിച്ചിട്ടുണ്ടാകും ഒരു വലിയ സംഘം പുറപ്പെടണം. വലിയ ഒട്ടകങ്ങളും, അന്നത്തെ ഒരു ലാൻഡ് ക്രൂയിസർ എന്ന് വിളിക്കാവുന്ന ഒട്ടകങ്ങൾ അല്ലെ, കുറെ ഒട്ടകങ്ങൾ, അതൊക്കെ ഉണ്ടാവും. എല്ലാം അടക്കം പുറപ്പെട്ട് അവരൊക്കെ കൊണ്ടുവരാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈർ എന്ന് പറഞ്ഞത്. ഈർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് അതിന് അർത്ഥം പറഞ്ഞിരുന്നത്, എത്ര പേരൊക്കെ ഉണ്ടാവും മിനിമം ഈർ എന്ന് പറയുന്നതിൽ? ഒരു 200-300 ഒക്കെ ആളുകൾ ഉണ്ടാവണം. മനസ്സിലായോ? അതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രാജഭടന്മാരും ഗാർഡുകളും സെക്യൂരിറ്റി ഗാർഡും ഒരു റോയൽ എൻറ്റൂറേജ് അല്ലെ, ഒരു വലിയ സംഘമാണ് പുറപ്പെട്ടത്. അപ്പൊ അവര് പുറപ്പെട്ടപ്പോൾ എന്നാണ് പറയുന്നത്. ഈ പുറപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമയ്ക്ക് ഈ മണം, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഗന്ധം അദ്ദേഹം അവിടെ കാണുകയാണ്, ഫീൽ ചെയ്യാണ്. ഇന്നി അജിദു റീഹ യൂസുഫ എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയാണ്. അപ്പോ ശരിക്കും ഈ കൻആനും ഈജിപ്തും തമ്മിലുള്ള ദൂരം നമ്മള് തഫ്സീറുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ദൂരം പറയുന്നില്ല. പക്ഷെ ബൈബിളിലെ ചില വിശദീകരണങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ട് 30 days ട്രാവൽ. ചിലതിൽ പറയുന്നത് 3 days ട്രാവൽ എന്നാണ്. പക്ഷെ ഒരു 30 days നല്ലൊരു ദൂരം. ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ അന്നത്തെ അല്ല, ഇന്നിപ്പോ ഫലസ്തീനും ഈജിപ്തും നമ്മൾ നോക്കൂ, ഒരു നല്ല ദൂരമുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഒട്ടകത്തെ പോലുള്ള ഒരു വലിയ ഒട്ടകം പോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ 30 days ഇനഫ് അല്ലെ, ഇറ്റ് മൈ നോട്ട് ബി സഫീഷ്യന്റ്. അത്രത്തോളം ദൂരമുണ്ട്. പക്ഷെ ഈ ദൂരം ഉണ്ടായിരിക്കെ ഈ സംഘം ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഗന്ധം ആർക്ക് കിട്ടുകയാണ്?
യാക്കൂബ് അലൈഹി ഇസ്ലാമിക്ക് കിട്ടുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിക്ക് കിട്ടിയത്? ഈ ഗന്ധം എങ്ങനെ കിട്ടിയത്? അതിനെക്കുറിച്ച് പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യം ഞാൻ പറയുന്ന ഒരു തഫ്സീർ അത്ര സഹീഹ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ ലഈഫ് ആയിട്ടുള്ള ഒരു ഹദീസാണ്. അത് അത്ര ഒതന്റിക് അല്ല. പക്ഷെ ആ ഹദീസ് ഞാൻ പിന്നെയും പറയണത് എന്തിനാന്ന് വെച്ചാല്, അത്തരം വിശദീകരണങ്ങളും കൂടി ഇതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ആ ഹദീസിൽ മുജാഹിദ് തഫ്സീറിൽ അദ്ദേഹം ഉദ്ധരിച്ച ആഹ്, ഒരു ഹദീസാണ്. അതെന്താ വെച്ചാല്, ഈ ഈ റീഹ യൂസുഫ് എന്നുള്ളത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു കാറ്റാണ്. റീഹിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? റൗഹിനെ പറഞ്ഞപ്പോ റീഹിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഗന്ധമാണ്. ഒരു ഒരു സെന്റ്, സ്മെൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന. സ്വർഗ്ഗത്തിലെ ഒരു ഗന്ധമാണത്. കാറ്റടിച്ചിട്ട് ആ സ്വർഗ്ഗത്തിലെ ഗന്ധം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ അടുത്തെത്തി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഗന്ധം, ഈ മണം, ഈ സ്മെല്ല്, ഈ സെന്റ് അത് ഈ ലോകത്തെ അല്ല, മറിച്ച് ഇത് പിന്നെ സ്വർഗ്ഗത്തിലേതാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗത്തിലെ ആ ഗന്ധം പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഷർട്ടിന്റെ ഗന്ധവും വഹിച്ചിട്ടാണ് ഈ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഈ കാറ്റ്, ഈ മണം വരുന്നത് എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമയ്ക്ക് മനസ്സിലായി എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് പിന്നെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഒതന്റിക് അല്ല. പക്ഷേ അൽ വാഹിദി അദ്ദേഹം ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്രൂദ്, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ തീയിലെറിയാൻ കൽപ്പിച്ച രാജാവുണ്ടല്ലോ, നമ്രൂദ്. നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ തീയിലേക്ക് എറിഞ്ഞപ്പോ, ആ എറിഞ്ഞ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ഷർട്ടുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ഷർട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ അണിയിപ്പിച്ചു. ഷർട്ട് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ തീയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ. ഖുർആനിൽ ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ ആറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഹദീസ് അനസ് ബിൻ മാലിക്കിൽ നിന്ന് അൽ വാഹിദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്: ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഷർട്ടും അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു കുഷ്യനും സ്വർഗ്ഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ, ഈ ഷർട്ട് അണിയിപ്പിച്ചു. എന്നിട്ട് ഈ കുഷ്യനിൽ ഇരുത്തി. അങ്ങനെയാണ് അദ്ദേഹം ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നത്. തീയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഷർട്ട് എന്ത് ചെയ്തു? ഇസ്ഹാഖ് അലൈഹി സ്വലാമയ്ക്ക് കൈമാറി. ഇസ്ഹാഖ് അലൈഹി സ്വലാം അത് പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് കൈമാറി. യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് ചെറുതായിരുന്നപ്പോ അതിലൊരു കഷ്ണം, ആ ഷർട്ടിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു ലോക്കില്, നമ്മള് ഈ ലോക്കറ്റ് എന്ന് പറയുമല്ലോ, മാലയുടെ ഒക്കെ ലോക്കറ്റ്, ആ ലോക്കറ്റ് പോലത്തെ ഒരു പെട്ടിയിലാക്കി യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്നു. ആ ഷർട്ടിന്റെ ഒരു മഹത്വം അങ്ങനെ തലമുറയായിട്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ അണിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഷർട്ടാണ്, ആ കമീസാണ് യൂസുഫ് അലൈഹി ഇസ്ലാം തിരിച്ചു കൊടുത്തയച്ചത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ഹബൂ ബി ഖമീസി ഹാദ. നേരത്തെ കമീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും കമീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. പക്ഷെ ഇതൊക്കെ ഒരു കോമൺ എക്സ്പ്ലനേഷൻ ആണ്, തഫ്സീറുകളിൽ വന്ന എക്സ്പ്ലനേഷൻ ആണ്. ഇതൊന്നും കംപ്ലീറ്റ്ലി ഒതന്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ നമ്മൾ ഇനി ഇമാം അലൂസി അതിനെക്കുറിച്ച് പറഞ്ഞത് കൂടെ പറഞ്ഞിട്ട് നമുക്കൊരു ഇതിനെല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒരു വിശദീകരണം പറയാം. അതായത് അദ്ദേഹം പറയുന്നത് ഈ ഹദീസുകളൊന്നും സ്വീകാര്യമല്ല. ഇമാം അലൂസി നേരത്തെ പറഞ്ഞ മുജാഹിദ് ഉദ്ധരിച്ച ഹദീസും അൽവാഹിദി ഉദ്ധരിച്ച ഹദീസും, ആദ്യം പറഞ്ഞ എന്താ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാറ്റാണ് ആ വന്നത് എന്ന്. രണ്ടാമത് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം അണിയിച്ച അതേ ഷർട്ടാണ് കൊടുത്തയച്ചത്. ഇത് രണ്ടും പിന്നെ എന്തല്ല ഒരു പിന്നെ ഹദീസുകളിൽ പറഞ്ഞത് സ്വീകാര്യമല്ല. കാരണം ഒരുപാട് ഗ്യാപ്പ് അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. കാരണം ഒന്ന്, ഈ പറയുന്ന കൃത്യമായിട്ട് അതങ്ങനെ പാസ് ഓൺ ചെയ്തു വരിക എന്നൊക്കെ പറയുന്നത് ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു സഹീഹായ ഒരു നറേഷൻ നമുക്ക് ഹദീസുകളിൽ ഒതന്റിക് ആയിട്ട് കാണാൻ സാധ്യമല്ല എന്നാണ് ഇമാം അലൂസി പറയുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഒരു യൂസുഫ് അലൈഹി സ്വലാമയുടെ ഗന്ധം എങ്ങനെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് കാതങ്ങൾ അകലെയുള്ള, മൈലുകൾ അകലെയുള്ള ഈജിപ്തിൽ നിന്ന് ഈ യാത്രാസംഘം പുറപ്പെട്ടപ്പോൾ തന്നെ അത്രയും പെട്ടെന്ന് അതേ നിമിഷം തന്നെ എങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് അത് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ സാധിച്ചു? അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിശുദ്ധ ഖുർആന്റെ കഥ പറയുന്ന സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സീൻ വേൾഡ് അല്ലെ, നമ്മൾ കാണുന്ന ഈ ലോകവും അള്ളാഹുവിന്റെ ലോകവും
കാണാൻ പറ്റാത്ത ആകാശലോകം എന്ന് നമ്മൾ വിളിക്കുന്ന, ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കണ്ട. ആകാശലോകം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ ലോകമാണ്. ആ അദൃശ്യ ലോകവും തമ്മിലുള്ള കണക്ടിവിറ്റി ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു ഭൂമിയിൽ നമുക്ക് കാണിച്ചു തരും. എപ്പോഴും നമുക്കത് കാണാൻ പറ്റില്ല. അന്തിമമായിട്ട് നമുക്ക് അദൃശ്യ ലോകം കാണാൻ പറ്റുന്നത് എപ്പോഴാ? നമ്മൾ പരലോകത്ത് എത്തുമ്പോഴാണ്. അപ്പോഴാണ് സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. അപ്പോഴാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ തന്നെയും നമുക്ക് കാണാൻ സാധിക്കുക പരലോകത്ത് എത്തുമ്പോഴാണ്. പക്ഷേ ഈ ലോകത്ത് തന്നെ വെച്ചിട്ട് പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും, ശരിക്കും ശ്രദ്ധിക്കണം, പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും ചില ലക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ അൺസീൻ വേൾഡിന്റെ, ആ അദൃശ്യ ലോകത്തിന്റെ ചില കണക്ടിവിറ്റി കൊടുക്കും, ആ സ്പിരിച്വൽ വേൾഡിന്റെ. ഉദാഹരണം നമ്മൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വഹ്യ് കൊടുത്തിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വരും അല്ലെ? ഹിറാ ഗുഹയിൽ വെച്ച് വഹ്യ് കിട്ടിയത് എങ്ങനെയാ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബീനെ അണച്ചു പിടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ? അണച്ചു പിടിച്ചിട്ട് ഇഖ്റ, നീ വായിക്ക്. അവിടെ മുതൽ 23 വർഷത്തിനിടക്ക് പല പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് കൊടുക്കും. വഹ്യ് കൊടുക്കുമ്പോൾ പ്രവാചകന്റെ അവസ്ഥ എന്തായിരുന്നു? വല്ലാതെ വിയർക്കുമായിരുന്നു അല്ലെ? സ്വെറ്റിംഗ്. അതുപോലെ തന്നെ ചിലപ്പോ മൃഗങ്ങള് ആ വഹ്യ് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അതിന്റെ പരിസരത്തുള്ള മൃഗങ്ങളൊക്കെ ഓടിപ്പോകുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം മൃഗങ്ങൾക്ക് അത് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. ചിലപ്പോൾ തന്നെ പ്രവാചകന് തന്നെ ഭൂമിയിലേക്ക് താൻ ആഴ്ന്നു പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? ആ അദൃശ്യ ലോകം ഈ ലോകത്ത് വെളിപ്പെടുകയാണ്. ഇത് മിക്കവാറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിരുന്ന ഒരു സംഗതിയാണ്. അതേസമയം ചിലപ്പോഴൊക്കെ സഹാബികൾ കണ്ടിട്ടുണ്ടല്ലോ മലക്കുകളെ അല്ലെ? ഒരു ഹദീസിൽ പറയുന്നില്ലേ, ഒരിക്കൽ ഇങ്ങനെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു അല്ലെ? മരുഭൂ യാത്ര, വലിയ യാത്രയൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ അയാളുടെ മുഖത്ത് യാത്രയുടെ ഒരു ലക്ഷണവുമില്ല. നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, ശുഭ്രവസ്ത്രം. എന്നിട്ട് അയാൾ വന്ന് നബിയുടെ അടുത്തിരുന്നു. എന്നിട്ട് നബീനോട് കാല് ചേർത്തിരുന്നിട്ട് ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പൊ നബി മറുപടി പറഞ്ഞു, ഈമാനു ബില്ലാ വ മലായികതി വ കുതുബിഹി വ റസൂൽ. എന്താണ് ഇസ്ലാം? എന്താണ് ഇഹ്സാൻ? അതിലാണ് നമ്മൾ പറഞ്ഞ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അപ്പൊ ശരി ശരി എന്ന് ആ വന്ന ആള് സാക്ഷ്യപ്പെടുത്തിയിട്ട് ആള് പോയി. പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? അത് ആരാണ് വന്നത്? ജിബിരിയിലാണ് വന്നത്. നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, ദീനിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബികളൊക്കെ ആ ആളെ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ലോകത്ത് തന്നെ ചിലപ്പോ അള്ളാഹു എന്ത് ചെയ്യും? ഇത്തരം നമ്മളുടെ കാര്യകാരണ ബന്ധങ്ങളുടേതല്ലാത്ത ഒരു ലോകത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. ഖുർആനിൽ പറഞ്ഞിട്ടില്ല അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. എന്താ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ? 300 ചില്ലാനും വർഷങ്ങൾ അല്ലെ? വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്ആ അല്ലെ? 309 വർഷം ഉറങ്ങിയെന്ന് ഖുർആൻ പറയുന്ന ആളുകൾ. 309 വർഷമൊക്കെ ഒരു മനുഷ്യൻ ഉറങ്ങുമോ? കുറെ മനുഷ്യന്മാർക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങുമ്പോഴേക്കും അവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് അവർ നേരെ ചൊവ്വെ എഴുന്നേറ്റ് നിൽക്കുമോ? അപ്പോൾ അത് അങ്ങനത്തെ അതൊരു അദൃശ്യ ലോകത്തിന്റെ ഒരു മുഅ്ജിസത്ത് അല്ലാഹു കാണിച്ചതാണ്. മൂസാ നബിയുടെ വടി നിലത്തിട്ടപ്പോ പാമ്പായി ആ വടി വെച്ച് അടിച്ചപ്പോ കടൽ പിളർന്നു അല്ലെ? ഫളറിബ് ബിഅസാക്കൽ ബഹർ ഫൻഫലഖ കത്തൗദിൽ അളീം അല്ലെ? വടിവെച്ച് അടിക്കാൻ പറഞ്ഞപ്പോ. അപ്പൊ ഇത് ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇത് കാണിക്കും. ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെയും ഈ ഗന്ധം അദ്ദേഹം കാണുന്നു എന്ന് പറഞ്ഞത്, ഇന്നീല അജിദു, ഞാൻ തീർച്ചയായിട്ടും കാണുന്നു എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂചന കൊടുക്കുകയാണ്. ഒരു കൃത്യമായ ഒരു ലക്ഷണം കാണിച്ചു കൊടുക്കുകയാണ്. യൂസുഫ് ജീവിച്ചിരിക്കുന്നു എന്ന ആ ഒരു വസ്തുത, യൂസുഫ് അലൈഹി സ്വലാമയുടെ ജീവനെ കുറിച്ചുള്ള വസ്തുത യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് കാണിച്ചു കൊടുക്കുക. യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് എന്താ? ഇന്നീല അജിദു, തീർച്ചയായിട്ടും ഞാൻ കാണുന്നു എന്നാണ്. ല വജത്തു എന്നോ ല ഷഅർതു എന്നോ അല്ല പറഞ്ഞത്, ല അജിദു, ഞാൻ കാണുന്നു. ഒന്ന് ഇന്നി ല അല്ലെ? ഇന്നയും ലായും വന്നാൽ ഇന്നം തഅക്കീദാണ്, ലാമും തഅക്കീദാണ്. ഐ ആം ഫൈൻഡിങ്. ല അജിദു അത് മുലാരി ആണ്. മുലാരി ഉപയോഗിച്ചത് ഇസ്തിമ്രാറിനാണെന്നാ പറയാ. ഇസ്തിമ്രാർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട്. ഞാൻ ഒരിക്കൽ കേട്ടു, ഞാൻ ഇങ്ങനെ ഒരിക്കൽ കേട്ടു, പിന്നെ കേട്ടു, അങ്ങനെയല്ല. ഐ ആം ഫൈൻഡിങ് സെന്റ് ഓഫ് യൂസുഫ്. യൂസുഫിന്റെ ആ സ്മെല്ല് എനിക്കിതാ എന്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നു. പ്രസന്റ് ടെൻസിലാ പറഞ്ഞത്, മുതാരികലാണ്. അത് ഇസ്തിമ്രാറാണത് അല്ലെ?
ഹി കീപ്സ് ഫൈൻഡിങ് ഇറ്റ്. ഒരിക്കൽ കാണുന്നു, ഒരിക്കൽ അദ്ദേഹത്തിന് അനുഭവിക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ആ യാത്രാ സംഘം അവിടെ നിന്ന് പുറപ്പെട്ട് ഓരോ അടി വെക്കുമ്പോഴും പതുക്കെ പതുക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഗന്ധം അനുഭവിക്കാൻ സാധിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ശരിക്കും കണ്ണുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നു. അതാണ് അജിദു. അല്ല, ശരിക്കും അജിദു എന്ന് പറഞ്ഞാൽ കാണുക എന്നർത്ഥം. മണം ആരെങ്കിലും കാണുമോ? ഉണ്ടോ? മണം കാണുമോ ശരിക്കും? അല്ലെ, നമ്മൾ മണം, ഞാൻ മണം കേട്ടു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പക്ഷെ കാണുക എന്നുള്ളത് ഖുർആന്റെ ആ പ്രയോഗത്തില് അതിന്റെ ഉദ്ദേശം ശരിക്കും വാസ്തവത്തിൽ ഞാൻ എന്റെ കൺമുന്നിൽ യൂസുഫിനെ കാണുന്നത് പോലെ ഞാൻ അതിനെ അനുഭവിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. പിന്നെ ഈ ഹി ക്യാൻ സെൻസ് ദ ലൈഫ് ഓഫ് യൂസുഫ്. യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ജീവിതം. യൂസുഫ് അലൈഹി ഇസ്ലാം ഈസ് നോട്ട് ഡെഡ്, അല്ല, മരണപ്പെട്ടിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നു എന്നാണ് ആ മണം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നോക്കൂ, നമ്മൾ റൗഹിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയെ അന്വേഷിക്കാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇവരെ പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞ എന്താണ്? ലാ തൈ അസൂ മിർ റൗഹില്ല. അള്ളാഹുവിന്റെ റൗഹ്, റിലീവിങ് മേഴ്സി, അല്ലെ, ഒരു ആശ്വാസം, കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ നിരാശയുള്ള ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ടാണ് റൗഹ് വരിക, അല്ലെ. അതിൽ നിന്നാണ് ഈ റീഹ് എന്നുള്ളതും വരുന്നത്. കാരണം കാറ്റ്, നിശ്വാസം എന്നൊക്കെ പറയുന്നത് എപ്പോഴും എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ടൈറ്റ്നെസ് ഓഫ് ദ ചെസ്റ്റ്, നമ്മുടെ ശരീരം ഇങ്ങനെ, അല്ലെങ്കിൽ നെഞ്ചിങ്ങനെ, അല്ല, ദുഃഖം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള നമുക്ക് അനുഭവപ്പെടാം. എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ദുഃഖം തങ്ങിക്കുന്നു എന്ന് പറയാറില്ല നമ്മള്, അല്ലെ. നെഞ്ചത്തൊരു ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ആ ടൈറ്റ്നെസ് ഈസ് ആവുന്നത് എങ്ങനെയാ? ഒരു റൗഹ് ഉണ്ടാവുമ്പോഴാണ്. ഇവിടെ ഈ റീഹ യൂസുഫ് എന്ന് പറഞ്ഞതിലൂടെ അതുവരെ വഹുവ കലീം, അല്ലെ, എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തിയിരുന്ന യാക്കൂബ് അലൈഹി സ്വലാം ഇപ്പോ ഇതാ പതുക്കെ പതുക്കെ ആ ടൈറ്റ് ആയിട്ടുള്ള ചെസ്റ്റിലേക്ക് ആശ്വാസത്തിന്റെ ഒരു തെളിനീര് പോലെ ഒരു റിലീഫ്, ഒരു റിലീവിങ് മേഴ്സി, അള്ളാഹുവിന്റെ ഒരു നിശ്വാസത്തിന്റെ, ആശ്വാസത്തിന്റെ ഒരു കാരുണ്യം, അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ നിശ്വാസം, അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ദർ ഈസ് ആൻ ഓപ്പൺനെസ്. അതാണ് ആ റീഹ് എന്ന് പറയുന്നത്, കേട്ടോ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ വിക്സ് പോലത്തെ ആ പ്രൊഡക്റ്റിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യല്ല, മറിച്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വലിക്കുമ്പോൾ, അല്ല, അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ മൂക്കിൽ അങ്ങനത്തെ ചില ഒരു സാധനം വലിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ മൂക്ക് തുറന്നായിട്ട് അനുഭവപ്പെടില്ലേ? ആ ഒരു അർത്ഥത്തിലാണ് ഇതുവരെ ഹൃദയത്തില്, നെഞ്ചില് കൂടിയിരുന്ന, ഖനീഭവിച്ചിരുന്ന ദുഃഖം ഇപ്പൊ അദ്ദേഹം യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഗന്ധം അനുഭവിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ കണ്ണുനീര് വറ്റിപ്പോയ അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഇപ്പൊ നിലക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരി പതുക്കെ പതുക്കെ കടന്നു വരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നു. യൂസുഫിനെ കാണുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിന്റെ മണം അനുഭവിപ്പിക്കുന്നതിലൂടെ യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു നമുക്കുള്ളൊരു ലെസൺ എന്താന്ന് വെച്ചാല്, ഇതിൻ്റെ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, നമുക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ആ സങ്കടങ്ങളിൽ ചിലപ്പോഴൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? ചില സൈനുകൾ നൽകും. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള, റിലീവ് ചെയ്യാനുള്ള ചില സൈനുകൾ നമുക്ക് അള്ളാഹു തരും. ആ സൈനുകൾ തന്നെ നമുക്കൊരു ആശ്വാസമായിട്ട് മാറും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു അസുഖം നമ്മളെ ബാധിച്ചു. അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ എന്ത് പറ്റും? ആ അസുഖത്തിന്റെ അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നതിന്റെ സൂചനകൾ, അല്ലെങ്കിൽ ആ അസുഖം മുഖേന നമുക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആശ്വാസം, അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്ന പണനഷ്ടം, സമ്പത്തിന്റെ നഷ്ടം, ജോലി നഷ്ടം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കാതെ ചില സൂചനകൾ നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടും. ഈ ഒന്നുകിൽ ഈ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറിപ്പോകുന്നതിന്റെ ചില സൂചനകൾ, അല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ എങ്ങനെ സ്വപ്നത്തിൽ കാണിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെ പിന്നെ സംസാരങ്ങളിലൂടെ, അവരുടെ പെരുമാറ്റങ്ങളിലൂടെ കാണിക്കാം. അതല്ലെങ്കിൽ മറ്റൊരുപാട് സൂചനകൾ. ഇത് പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു കൊടുത്തത് ഒരു മിറാക്കുലസ് സൈൻ ആണ്, അല്ലെ. യൂസുഫിന്റെ ഗന്ധം ഞാൻ കാണുന്നു. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാം.
ഞാൻ പറഞ്ഞു തീർത്തിട്ട് അതിലേക്ക് വരാം. അതായത് ഈ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും അവൻ അനുഭവിക്കുന്ന ആശ്വാസം അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രത്യേകമായി കിട്ടുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ഉണ്ടാവില്ല. ഒരു അവിശ്വാസിക്ക് അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയയെ ജയിലിലിട്ടു. അന്നത്തെ ഖലീഫ ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയണേ, ഇബ്നു തൈമിയ പറയാണ്, ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സുഖം, ഞങ്ങളുടെ മനസ്സിലുള്ള ആശ്വാസത്തെക്കുറിച്ച് ഈ ഭരണാധികാരികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് ആ സുഖം ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു. മനസ്സിലായോ? വാസ്തവത്തിൽ അദ്ദേഹം ജയിലിൽ കിടക്കാണ്. ജയിലില് കടുത്ത പീഡനത്തിൽ ഒറ്റയ്ക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കിട്ടാതെ, നല്ലൊരു ഡ്രസ്സ് കിട്ടാതെ, ഒന്ന് ഉറങ്ങാൻ പറ്റാതെ ജയിലിൽ വിഷമം അനുഭവിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ പക്ഷേ ഈ ഒരു അവസ്ഥയിലും ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സുഖത്തെക്കുറിച്ച് ഇവരറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവര് കൊട്ടാരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സുന്ദരമായിട്ടുള്ള മെത്തകളില് എല്ലാ ലക്ഷറി ആയിട്ടും ഇവരനുഭവിക്കുമ്പോൾ, പക്ഷെ മാനസികമായി ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ഇവരറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യും. ഗസയിൽ നോക്കൂ ഇപ്പൊ നിങ്ങള്. അവിടുത്തെ ജനത ലോകം ഇന്ന് വരെ കാണാത്ത കടുത്ത കടുത്ത ദുരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഇമാജിനബിൾ ആണ്. ഒരു നേരമാണ് ഭക്ഷണം കഴിക്കണമെന്നാ പറയുന്നത്. ഒരു നേരം ഭക്ഷണം, ആ ഭക്ഷണം എന്താണെന്നുള്ളത് നമുക്ക് ഒരുപാട് വീഡിയോ നമ്മൾ പറയേണ്ടതില്ല. പക്ഷേ ആ ജനത അനുഭവിക്കുന്ന ഒരു മാനസിക സുഖം, അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസം, ഈമാനിന്റെ കരുത്ത്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഒരു മിറക്കുലസ് സൈൻ ആണ്. ഈ സൈൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളൊക്കെ കടുത്ത മാനസിക വിഷമം അനുഭവിക്കുമ്പോഴും ചില സൈനുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു. അത് അള്ളാഹുവിന്റെ ഒരു പ്രോമിസ് ആണ്, വാഗ്ദാനമാണ് അത്. ആ അർത്ഥത്തിൽ അള്ളാഹു വാതിലുകൾ തുറന്നു കൊടുക്കും. അതുകൊണ്ടാണല്ലോ നമ്മളിൽ ആത്മഹത്യ കുറയുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അവൻ ജീവിതത്തിന്റെ എല്ലാ നൈരാശ്യങ്ങൾ, അല്ലെങ്കിൽ അവൾ ജീവിതത്തിന്റെ എല്ലാ നൈരാശ്യങ്ങളിൽ നിന്നും മോചനം നേടാൻ പറ്റുന്ന ഒരു ആശ്വാസത്തിന്റെ ഒരു തെളിനീര് അള്ളാഹു അവൾക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഇന്നീല അജിദു റീഹ യൂസുഫ്. അപ്പൊ നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാമയുടെ ഈ ഗന്ധത്തെക്കുറിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഓർക്കുക. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു റീഹ്, അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആശ്വാസത്തിന്റെ ഗന്ധം, ഒരു സ്മെല്ല് അവൻ നമുക്ക് അനുഭവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിപ്പിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മിറക്കിളായിട്ട് തോന്നാം. പക്ഷെ ആ മിറക്കിൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെട്ടോളൊന്നുമില്ല. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ലൗല അൻ തുഫന്നിദൂൻ എന്ന് പറയുന്നത്. അല്ല, തുഫന്നിദൂൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? നിങ്ങൾ എന്നെ ഒരു പിച്ചും പേയും പറയുന്ന ആളായിട്ട് കൂട്ടുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു പിച്ചും പേയും പറയുന്ന ആളായിട്ടാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെ? യാ അസഫ അല യൂസുഫ് എന്ന് ഞാൻ എൻ്റെ യൂസുഫിന്റെ ദുഃഖത്തെക്കുറിച്ച്, നഷ്ടബോധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാ ബ്രദേഴ്സ് ആണ് പറഞ്ഞെങ്കിൽ ഇതാരാ പറഞ്ഞത്? ബ്രദേഴ്സ് അല്ല, ബ്രദേഴ്സ് അവിടെയുള്ള, അല്ല, ബ്രദേഴ്സ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞത് ആരാണ്? ആ ബ്രദേഴ്സിന്റെ വൈഫാകാം, ഒരുപാട് ഭാര്യമാരാകാം, മക്കളാകാം, തലമുറകളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു പിന്നെ വലിയൊരു ലെസൺ ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ പോവാം. അപ്പോ നിങ്ങൾ എന്നെ ഭ്രാന്തനായിട്ട് പിച്ചും പേയും പറയുന്നത്, ചെന്നി ബാധിച്ച, അങ്ങനെയൊക്കെയല്ലേ നമ്മള് മലയാളത്തിലുള്ള പ്രയോഗങ്ങളല്ലേ, ചെന്നി ബാധിച്ച ആളായി പോയി, അല്ലെ? കുറച്ച് പ്രായമായ ആൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാൾക്ക് അങ്ങനെ ബാധിച്ച ആളായി. അങ്ങനെയൊന്നും നിങ്ങൾ ഇനി അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അതാണ് ആ പറഞ്ഞത്. അതിന്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചാലും, നിങ്ങൾ എന്തൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞാലും, ഇന്നീല അജിദു റീഹ യൂസുഫ്, എനിക്ക് യൂസുഫിന്റെ മണം ഞാൻ ശരിക്കും കാണുന്നുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വാസ്തവത്തിൽ അങ്ങനെയൊന്നും പറയാതിരുന്നുവെങ്കിൽ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്നോടൊപ്പം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ, ഞാൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിരുന്നുവെങ്കിൽ, ആ അതേ അത്ഭുതം, യൂസുഫിന്റെ മണം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലുള്ള അത്ഭുതം നിങ്ങൾക്കും കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാ വജത്തുമൂഹ, അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂസുഫ് അലൈഹി സ്വലാം, യാക്കൂബ് അലൈഹി സ്വലാമെ ഇങ്ങനെ ഡിസ്മിസ് ചെയ്യുന്നത് ആരാണ്? അത് അദ്ദേഹത്തിന്റെ
ഫാമിലിയാണ്. ഈ ബ്രദേഴ്സിന്റെ ഫാമിലിയാണ്. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് സംഭവിച്ചത് ഈ മക്കള് ഇടക്കിടക്ക് ഈ ബ്രദേഴ്സ് ഇടക്കിടക്ക് പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ഈ മക്കള് കാണുകയാണ്. അല്ലെ? ഈ ഭാര്യമാര് അവരത് അനുഭവിക്കണം. അവര് അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതിനുള്ളൊരു ലെസൺ അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഫനദ തുഫന്നിദുൻ എന്ന പദത്തിന്റെ അർത്ഥം കൂടെ പറയട്ടെ ട്ടോ. അതായത് ഫനദൽ ജബൽ അല്ലെങ്കിൽ ഫിന്ദുൽ ജബൽ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഈ പർവ്വതങ്ങളുണ്ടല്ലോ, റോക്സ്. ആ റോക്സ് പല ഷേപ്പിലായിരിക്കും അല്ലെ? പർവ്വതങ്ങൾ പല ഷേപ്പിലായിരിക്കും. ചില ഈ പർവ്വതങ്ങളിൽ തന്നെ ചിലത് നല്ല ഉറച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ചില ഭാഗങ്ങൾ ഇങ്ങനെ സ്റ്റിക്ക് ഔട്ട് ചെയ്യും. അത് ഏത് സമയത്തും വീഴും. അതാണ് നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാവും. ഇപ്പൊ വയനാട്, പിന്നെ ഈ അടുത്ത് മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമലയിലൊക്കെ പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായല്ലോ. അതെങ്ങനത്തെ മലകളാണ്? ഈ ഉറച്ച പാറകളുള്ള സ്ഥലത്ത് തന്നെ ചില പാറകൾ ഇങ്ങനെ വീഴാൻ അടുത്ത് നിൽക്കും. അങ്ങനെയുള്ള പാറകളെ പറയുന്ന ഒരു പേരാണ് ഫിന്ദുൽ ജബൽ അല്ലെങ്കിൽ ഫൻദുൽ ജബൽ എന്നുള്ളത്. അതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ഫോളിംഗ് റോക്സ്. ഒരാള് ശരിക്കും ഈ നഫാദിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്. സംതിങ് ദാറ്റ് ക്യാൻ ബി ഈസിലി ഫോളോ ഓഫ്. ഏതെങ്കിലും ഒരു സംഗതിയിൽ നിന്ന് പെട്ടെന്ന് ഉതിർന്ന് വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭാഗത്തിന് എന്ത് പറയും? നഫാദ് എന്ന് പറയും. അതായത് അത് മനുഷ്യന്മാരുടെ കാര്യത്തിലാകുമ്പോൾ ഒരു പേഴ്സൺ വെൻ ഹി റീച്ചസ് ഓൾഡ് ഏജ്, ഒരു മനുഷ്യന് പിന്നെ പ്രായം ആകുമ്പോൾ അവൻ ഹിസ് മെന്റൽ ഫാക്കൽറ്റി സ്റ്റോപ്സ് ആക്ടിങ്. അയാളുടെ മാനസികമായ കപ്പാസിറ്റി പിന്നെന്ത് ചെയ്യും? പ്രവർത്തിക്കാൻ നിലച്ചു പോകും. അതായത് മുഫന്നദ് എന്ന് പറഞ്ഞാൽ ലൈഫുർ റഅി എന്ന് അറബി പറയും. അയാളുടെ അഭിപ്രായങ്ങൾ വളരെ ദുർബലമായി പോകും. അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതിന് ഒരു വില ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. കാരണം എന്താ? അവരിപ്പോൾ മറന്നുപോകും, പെട്ടെന്ന് മറന്നുപോകും. മറവി രോഗം ബാധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ പറയാം. ചിലപ്പോൾ ഒരേ വാചകം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? ഒരു 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 വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ല? ഒരു അച്ഛൻ മകനെയും കൊണ്ട് പാർക്കിൽ പോകുമ്പോൾ ഒരു കിളി കരയുമ്പോൾ ചോദിക്കുന്നുണ്ട്, മോൻ എന്താ കരയുന്നത്? അപ്പൊ മോൻ പറയും അതൊരു പാരറ്റ് ആണ്. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, മോൻ എന്താ കരയുന്നത്? പറയും. ഒരു 4-5 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ അയാൾ ചൂടാവും അല്ലെ? ചൂടാവുമ്പോൾ അച്ഛൻ പിന്നെ പതുക്കെ പോയിട്ട് ഒരു ഡയറി എടുത്തുകൊണ്ട് വരും അല്ലെ? ആ ഡയറി എടുത്തുകൊണ്ട് ഈ മകനെ കാണിക്കും. എന്നിട്ട് എന്താ ആ ഡയറിയിൽ എഴുതിയത് വായിച്ചു നോക്കാൻ പറയും. മകൻ വായിച്ചു നോക്കുമ്പോൾ എന്താ? ആ ഡയറിയിൽ ഈ അച്ഛൻ എഴുതിയിരിക്കണേ, എൻ്റെ മകൻ കുഞ്ഞായിരുന്നപ്പോ അവൻ എന്നോട് ഈ തത്ത കരയുന്നതിനെ കുറിച്ച് ചോദിച്ചു. ഇന്ന് അവൻ എന്നോട് 10 പ്രാവശ്യം ചോദിച്ചു, ഇതെന്താ കരയുന്നത്? ഇതെന്താ കരയുന്നത്? ചെറിയ കുട്ടികൾ. അപ്പൊ ഞാൻ അവനോട് അപ്പോഴെല്ലാം പറഞ്ഞു കൊടുത്തത് തത്തയാണ്, തത്തയാണ്. ഇത് വായിച്ചിട്ട് ആ മകൻ കരയുന്നതായിട്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? നിങ്ങൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിവേ, കണ്ടിട്ടില്ലെങ്കിൽ അത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ വയസ്സായ ആളുകൾക്ക് അവരുടെ വാക്കുകൾ അത് ലൈഫായി പോകും, ദുർബലമായി പോകും. അങ്ങനെ ഉള്ള ഒരു പേഴ്സൺ ആണ് മുഫന്നദ് എന്ന് പറയാ. ലൈഫുർ റഅി, അതായത് വീക്ക് ഓഫ് മൈൻഡ്. ഫിസിക്കലി ദേ മേ ബി സ്ട്രോങ്, പക്ഷെ വീക്ക് ഓഫ് മൈൻഡ് ആയിരിക്കും. നോ ലോജിക്കൽ സെൻസ്. അവർ പറയുന്നതിൽ പലപ്പോഴും ഒരു സെൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ വർത്ത്ലെസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒരു അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ പറയും. അങ്ങനെ കലാമുൻ ലാ ഖീമത ലഹു. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഒരു റാംബ്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വെറും ഒരു പിച്ചും പേയും ഞാൻ പറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ചെന്നി ബാധിച്ച ആള് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരി, ഞാൻ ഇപ്പൊ പറയുന്നു, ഇന്നി ലഅജിദു റീഹ യൂസുഫ്. ഐ ഐ സെർട്ടൻലി സീ ഓർ ഫൈൻഡ് ദ സെന്റ് ഓഫ് യൂസുഫ്. യൂസുഫിന്റെ മണം എനിക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഒരു ഐറണി നോക്കൂ. ഒരു ഭാഗത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല യൂസുഫിന്റെ മണം അനുഭവിപ്പിക്കുന്നു. ഒരു മിറക്കിളാണത് അല്ലെ? ഒരു ഭാഗത്ത്. പക്ഷെ മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ കുടുംബം, മക്കളുടെ കുടുംബം, ആ കുടുംബത്തിന് അത് കാണാൻ സാധിക്കുന്നില്ല. എന്നല്ല, ആ കുടുംബം അതിനെ നിഷേധിക്കുകയാണ്. ആ കുടുംബം അതിനെ അദ്ദേഹത്തെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഒരു ഐറണി. ഒരു VIP ട്രീറ്റ്മെന്റ് അള്ളാഹുവിങ്കൽ നിന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് കിട്ടുന്നു. പക്ഷേ ആ VIP കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ല. ദാറ്റ്സ് ആൻ ഐറണി. അതിന്റെ അർത്ഥം
അള്ളാഹു നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, മറ്റാരും നമുക്കൊരു വാല്യൂ തന്നിട്ടില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ അള്ളാഹുവിനോട് ലോയൽറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുന്നുവെങ്കിൽ, അള്ളാഹു നമുക്ക് ഒരു വാല്യൂ തരും. ആ വാല്യൂവിലൂടെ അവൻ നമുക്ക് പലതും കാണിച്ചു തരും. നമ്മളെ പരിഗണിക്കും. നമ്മളൊരു അവന്റെ അടുത്തൊരു VIP ആകും. പക്ഷെ ആളുകളുടെ അടുത്ത് ഒരു പക്ഷേ നമ്മൾക്ക് ആ VIP പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല. സോ വി ഡോണ്ട് കെയർ. അതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നത്, ഈ ലൗലാ അൻ തുഫന്നിദൂൻ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പറയുന്നത് അതാണ്. ഞാൻ അടുത്ത ആഴ്ച ഇത് ചോദിക്കൂട്ടോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ലൗലാ അൻ തുഫന്നിദൂൻ എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണേ, കേട്ടിരിക്കണേ. അതായത് ഈ അർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ട് യൂസുഫ് അലൈഹിസ്സലാമയുടെ ഗന്ധം അനുഭവിപ്പിക്കുന്നു. പക്ഷെ ആ അള്ളാഹു ഓണർ ചെയ്ത ഒരു VIP കാണാൻ, ആ VIP സ്റ്റാറ്റസ് സ്വന്തം പിതാവിന് അല്ലെങ്കിൽ സ്വന്തം പ്രപിതാവിന്, പിതാമഹന് വകവെച്ചു കൊടുക്കാൻ മക്കൾക്ക് സാധിക്കാത്തൊരു ദുരവസ്ഥയെക്കുറിച്ചാണ്, അങ്ങനത്തെ ഒരു ഐറണിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് ഈ ലൗല അൻ തുഫന്നിദൂൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഉദ്ദേശിച്ചത്, നിങ്ങൾ എങ്ങനെ എന്നെ ഒരു പിച്ചും പേയെന്ന് പറയാവുന്ന ആളായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കും കാണാൻ സാധിക്കുമായിരുന്നു അത്. നിങ്ങൾക്കും യൂസഫിന്റെ മണം അനുഭവിക്കാൻ ഒന്ന് മണത്തു നോക്കിയേ, ഒന്ന് അനുഭവിച്ചു നോക്കിയേ. യു ക്യാൻ ആൾസോ ഫീൽ ഇറ്റ്, ബട്ട് യു ഡോണ്ട് ഫീൽ ഇറ്റ്. വൈ? ബിക്കോസ് യു ആർ നോട്ട് ലോയൽ ടു അള്ളാഹ്. മനസ്സിലായോ? ഇവിടെ ശരിക്കും നമുക്ക് അള്ളാഹു ഒരു ഇസ്സത്ത് തന്നിട്ടുള്ളത് ഈ ദീൻ മുഖേനയാണ്. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ മുഖേനയാണ്. ഇപ്പൊ അതിനെക്കുറിച്ചാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. എപ്പോഴാ അത് പറഞ്ഞതെന്നറിയോ? ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കിയപ്പോൾ അബൂബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മുഖേന ഫലസ്തീൻ കീഴടക്കി, മസ്ജിദുൽ അഖ്സ കീഴടക്കി ഉമർ ബിൻ ഖത്താബിന്റെ സൈന്യം. അങ്ങനെ കീഴടക്കിയപ്പോൾ ഖലീഫയെ വരാൻ വേണ്ടി അന്നത്തെ പാതിരിമാർ, ഖലീഫക്ക് മാത്രം ഞങ്ങൾ ഈ മസ്ജിദുൽ അക്സയുടെ താക്കോല് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര രോമാഞ്ചജനകമായ ചരിത്രമാണ്. ചരിത്രം പറയാൻ എൻ്റെ ഉദ്ദേശമല്ല, പക്ഷെ ഒറ്റ ഒരു പോയിന്റ് മാത്രം പറയാം. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ ഭൃത്യനും കൂടി നടന്നിട്ടാണ്, ഒറ്റ ഒട്ടകമേ ഉള്ളൂ, ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് വരണ. കുറച്ചു നേരം ഈ ഭൃത്യൻ കയറിയിരിക്കും, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കയറിയിരിക്കും. അങ്ങനെ തിരിച്ച് രണ്ടാളും. അങ്ങനെ ഈ റോമൻ പാതിരിമാരുടെ അടുത്ത് എത്തിയപ്പോൾ നടക്കേണ്ട ടേണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയാണ്. അപ്പൊ അദ്ദേഹം നടക്കണ്, ഭൃത്യൻ ഒട്ടകത്തിരിക്കണം. അപ്പൊ ഭൃത്യന് തന്നെ ഒരു ഷെയിം തോന്നി, ഖലീഫ ഇങ്ങനെ നടക്കുന്നത്, ഞാൻ ഒട്ടകത്തിന്റെ പുറത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇനി താങ്കൾ കയറിക്കോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ, ഇത്രയും മദീനയിൽ നിന്ന് ഫലസ്തീനിൽ പോകുമ്പോൾ വസ്ത്രമൊക്കെ ആകെ കീറിപ്പറിഞ്ഞ് ആകെ നാശമായിട്ടുണ്ട്. അങ്ങനെ അബൂബൈദക്ക് തന്നെ ഒരു ലജ്ജ തോന്നി. അദ്ദേഹം വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു ചെവിയില്, താങ്കളുടെ വസ്ത്രമൊക്കെ ഒന്ന് മാറിയോ, ഒത്തിരി ഒരു നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച ആളുകളുടെ മുമ്പിലേക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് പെട്ടെന്ന് പറഞ്ഞ ഒരു മറുപടിയാണ് ഇത്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമുക്ക് ഇസ്സത്ത് കിട്ടിയിട്ടുള്ളത് എവിടുന്നാ? ഇസ്ലാമിൽ നിന്നാണ്. നമ്മുടെ വസ്ത്രമോ നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ഹാവഭാവങ്ങളോ, കാരണം അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഖലീഫ അല്ല ഈ വരുന്നത്. ഈ ഖലീഫ ഇസ്ലാമിന്റെ ഖലീഫയാണ്. നമുക്ക് ഇസ്ലാം മുഖേനയാണ് ഇസ്സത്തുള്ളത്. നമ്മുടെ വസ്ത്രത്തിലോ, അതിന്റെ അർത്ഥം നമ്മൾ നല്ല വസ്ത്രം ധരിക്കേണ്ടെന്നൊന്നുമല്ല. ഇതേ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഒരാളിങ്ങനെ കുനിഞ്ഞ് കിടക്കുമ്പോൾ അയാളോട് വടി വെച്ച് അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി നേരെ നടക്കടാ, പടച്ചോൻ നൽകിയ ആരോഗ്യമൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ആ ഒരു ഇസ്ലാമാണ് നമുക്ക് എന്താണ് പ്രതാപം നൽകിയിട്ടുള്ളത്. നമ്മളുടെ പ്രതാപവും നമ്മുടെ ഹോണറും നമ്മുടെ വാല്യൂവും അള്ളാഹുവിന്റെ അടുത്ത് ആ വാല്യൂ ഉണ്ടായാൽ മതി. മനുഷ്യർ ആ വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. നമ്മളെത്ര തീവ്രവാദിയോ ഭീകരവാദിയോ അല്ലെങ്കിൽ അപരിഷ്കൃതനോ അൺസിവിലൈസ്ഡോ ഒക്കെ ആയിട്ട് നമ്മളെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അള്ളാഹിന്റെ അടുത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് മതിയാകും എന്നതാണ്. അപ്പോൾ അള്ളാഹ് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഹ്യൂമിലിയേഷൻ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുത്തുള്ള കയറ് വിട്ടിട്ട് മറ്റു പല കയറും ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരം നിന്യത നമ്മുടെ കയ്യിൽ വരും. അപ്പൊ ഇതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്, എന്റെ കണക്ഷൻ, മൈ കണക്ഷൻ ഈസ് വിത്ത് അള്ളാഹ്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്നെ ഒരു ചെന്നി ബാധിച്ചവനായിട്ട്, പെറുപിറുക്കുന്നവനായിട്ട്, റാംബ്ലിംഗ് ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾ കണ്ടേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. ഇവിടെ
ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ സംഗതിയിലേക്ക് ഞാൻ വരാം. അതായത് ബ്രദേഴ്സ് ഇവിടെ ഇല്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ളത് ആരാ? ആ ബ്രദേഴ്സിന്റെ മക്കളും അവരുടെ ഫാമിലിയൊക്കെയാണ്. അവരാണ് ഈ പറയുന്നത്. അല്ലെ? ലൗലാൻ തുഫന്നിദു എന്നുള്ള പദം അവരെ കുറിച്ചാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും? ഈ ബ്രദേഴ്സ് കൊടുത്ത ഒരു എക്സാമ്പിള്, അവര് ഇതുവരെ പിതാവിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങള്, ആ വാചകങ്ങൾ കേട്ടിട്ടാണ് അവരുടെ മക്കൾ വളർന്നിട്ടുള്ളത്. അല്ലെ? നമ്മള് നമ്മുടെ മക്കളെ എല്ലാം പഠിപ്പിക്കണമെന്നില്ല. ചില ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ മോശം വാക്കുകൾ പറയും. അത് ചെറിയ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതേ കുട്ടികൾ ആ വാക്കുകൾ പിക്ക് ചെയ്യും. അവരത് പറയും പുറത്ത്. അല്ലെ? അങ്ങനെ നമ്മളില്ലേ, നമ്മുടെ കുട്ടികളെ നമ്മൾ തിന്നാൻ, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണമെന്നില്ല. സംസാരിക്കാൻ ഒന്നും പഠിപ്പിക്കണമെന്നില്ല. അവർ കേട്ട് അവർ സ്വാഭാവികമായിട്ട് എമുലേറ്റ് ചെയ്യും നമ്മളെ. നമ്മളെ അനുകരിച്ചിട്ടാണ് അവർ വളരുക. ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിയുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള അതാണ്. യൂസുഫ് അലൈഹി സ്വലാമിനെ അവർ കൊണ്ടുപോയി കളഞ്ഞു. ബിന്യാമീനെ അവർ ഭയങ്കരമായി മോശമായി ട്രീറ്റ് ചെയ്തു. പിന്നെ അവർ ചെയ്യുന്നത് മുഴുവൻ പിതാവിനെ ഈ നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ശ്രമത്തില് അവര് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറ്റങ്ങളും, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള സംസാരങ്ങളും, അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുള്ള സംസാരങ്ങളും, ഇതാണ് വീട്ടിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ പുറത്തു പോയപ്പോഴും ആ കുടുംബവും പറയുന്നത് അതേ വാചകങ്ങളാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയെ പരിഗണിക്കാതെ, ഒരു പ്രവാചകനെ പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾ ഡിസ്മിസ് ഹിം. അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തെ അദ്ദേഹം കാണുന്നു, അല്ലെ? യൂസുഫിന്റെ മണം അദ്ദേഹം കേൾക്കുന്നു, കാണുന്നു, അത് അനുഭവിക്കുന്നു. അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം മാറുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോ, എന്താ പറയാ, ഡിസ്ട്രസിങ്, ഇറ്റ്സ് സോ ഡിസാസ്ട്രസ്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിള്, അത് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ സംസാരിക്കുന്നിടത്തും, നമ്മൾ പെരുമാറുന്നിടത്തും, നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ ആ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഇവിടെ അവര് ഒരു പ്രോഫറ്റിനോടാണ് അവർ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രവാചകനോടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാതെ അവർ പറയുന്ന വാക്ക് നോക്കൂ. കാലു, അവരെന്താ പറയുന്നത്? തല്ലാഹി ഇന്നക ലഫീ ലലാലിക്കൽ ഖദീം. തല്ലാഹി, തല്ലാ തല്ലാഹി എന്നുള്ളത് പറയുന്നത് നമ്മൾ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ തല്ലാഹി എന്നുള്ളത് പറയാ? എപ്പോഴാ പറയാ? പറഞ്ഞു നോക്കിയേ. ഞാൻ മാത്രം സംസാരിക്കണ്ടല്ലോ, ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കും. തല്ലാഹി എന്നുള്ളത് എപ്പോഴാ പറയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് പറഞ്ഞിട്ടില്ല. തല്ലാഹി എന്നുള്ളത് എപ്പോഴാ പറഞ്ഞത്? തല്ലാഹി ല അക്കീദന്ന അസ്നാമക്കും. അല്ല, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തകർക്കും. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ഉദ്ദേശിച്ചത് അത്രയ്ക്ക് എക്സ്ട്രീമായ ഒരു സിറ്റുവേഷനാണ്. ഒരു എക്സ്ട്രീം കേസിലാണ് തല്ലാഹി ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു എക്സ്ട്രീം കേസിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉദ്ദേശിച്ചത്. പക്ഷെ ഇവരത് ഉപയോഗിച്ച്, കാരണം ഇവരുടെ പിതാക്കന്മാർ അത് ഉപയോഗിക്കുന്ന ഇവർ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും, അല്ലെ? അസ്തഗ്ഫിറുല്ല. പലപ്പോഴും അസ്തഗ്ഫിറുല്ല അതിന്റെ അർത്ഥം എന്താ? അസ്തഗ്ഫിറുല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനോട് പാപമോചനം തേടുന്നു എന്നാണ്. പക്ഷെ ചില ആളുകൾ അസ്തഗ്ഫിറുല്ല പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഇസ്ലാമിക് സ്ലാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഒരാളുടെ മുഖത്ത് അടിക്കണ പോലെ അസ്തഗ്ഫിറുല്ല. നമ്മൾ ചില വാക്കുകൾ ഇസ്ലാമിക് ടെർമിനോളജി ഉപയോഗിച്ച് അതിന്റെ മൂർച്ച പോയിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഇന്നാലില്ല എന്ന് പറയുന്നത് ആരെങ്കിലും മരിച്ചത് കേൾക്കുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാനുള്ള നല്ല സ്റ്റിക്കറാണ്, അല്ലെ? വാട്സപ്പിൽ എന്താ അതിന്റെ അർത്ഥമെന്നോ എന്താ അതിന്റെ ഉദ്ദേശം എന്നോ അത് നമ്മൾ വാക്കുകൊണ്ട് പറയണമെന്നോ ഒന്നുമില്ല. നമുക്ക് ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിമാട്ടെ അമുസ്ലിമാട്ടെ ഏത് ഗ്രൂപ്പ് ആവട്ടെ എല്ലായിടത്തും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേവറേറ്റ്സിൽ ആ സ്റ്റിക്കർ റെഡിയാണ്, അല്ല? ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് എടുത്തിടും. ഇങ്ങനെ ആയിട്ടുണ്ട് ഇന്നിപ്പോ നമ്മുടെ ഇസ്ലാമിക് ടെർമിനോളജി. അതിൽപ്പെട്ട ഒരു ടെർമിനോളജിയാണ് തല്ലാഹി. ഇത് കേട്ട ഉടനെ, അതായത് ഞാൻ യൂസുഫിന്റെ മണം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ഉടനെ അവർ ആ സ്റ്റിക്കർ എടുത്തിട്ടു, തല്ലാഹി. ആ സ്റ്റിക്കർ എടുത്തിട്ടു. നേരത്തെ ഫേവറേറ്റ്സിൽ വെച്ച ആ സ്റ്റിക്കർ എന്താണ്? തല്ലാഹി. ഉറപ്പായിട്ടും ഇന്നക ലഫീ ലലാലിക്കൽ ഖദീം. താങ്കളുടെ ആ പഴയ ഡെലൂഷൻ, പഴയ ആ ഒരു വഞ്ചനയിൽ, ആ വഴികേടിലായി, അതേ വഴികേടിൽ തന്നെയാണ് താങ്കൾ ഇപ്പോഴുള്ളത് എന്ന്. യു ആർ സ്റ്റിൽ ലോസ്റ്റ് ഇൻ യുവർ ഓൾഡ് ഡെലൂഷൻ. ഇപ്പോഴും ആ പഴയ ഡെലൂഷൻ. ശരിക്കും അതിന്റെ ഒരു
എന്താ പറയുക, ഒരു ഐറണി നോക്കൂ. ഈ ഈ ഈ ബ്രദേഴ്സ് ഇത് ആദ്യം ഉപയോഗിക്കുന്ന എപ്പോഴാ? ഇതേ പദം അവര് ഉപയോഗിച്ചിട്ടുണ്ട് എപ്പോഴാ? ഇതേ ബ്രദേഴ്സ് അപ്പോഴല്ല. അള്ളാഹി തഫ്തൗ തദ്കുറു യൂസുഫ എന്നുള്ളടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഫസ്റ്റിൽ ഇവർ ഇത് ഉപയോഗിക്കുന്ന എപ്പോഴാ? യാത്രാ സംഘത്തോട് ചോദിച്ചു നോക്കൂന്ന് പറയുന്നു. അപ്പോഴല്ല ഫസ്റ്റ് ടൈം ഇവർ യൂസ് ചെയ്യുന്ന എപ്പോഴാ? ബ്രദേഴ്സ്, ഞങ്ങളുടെ പിതാവ്. അല്ല, അപ്പോഴും അതുമല്ല. ഖാലു ല യൂസുഫ് വ അഖൂഹു അഹബ്ബു ഇലാ അബീന മിന്ന ഇന്ന അബാന ലഫി ഇന്ന അബാന ലഫി ലലാലിൻ മുബീൻ. ഖാലു, അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? ല യൂസുഫ് വ അഖൂഹു, യൂസുഫും അവന്റെ സഹോദരനും, യൂസുഫ് വ അഖൂഹു അഹബ്ബു ഇലാ അബീന മിന്ന, ഞങ്ങളെക്കാളും ഞങ്ങളുടെ പിതാവിന് പ്രിയങ്കരർ ആരാണ്? യൂസുഫും അവന്റെ സഹോദരനോട്. ഇന്ന അബാന ലഫീ ലലാലി മുബീൻ, ഞങ്ങളുടെ വാപ്പ തീർച്ചയായിട്ടും ഒരു ഡെല്യൂഷനിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് പറഞ്ഞു. അങ്ങനെയല്ല, വാസ്തവത്തിൽ ഒരു പിതാവിന്റെ സ്നേഹത്തെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. അവരോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കാൻ അത് അവർ കണ്ടില്ല, അവരുടെ കണ്ണ് അതിന് അവർ അനുവദിച്ചില്ല, പിശാച് അവർ അനുവദിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ആ പറച്ചില് പിന്നെ അവർ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തല്ലാഹി തദ്കുറു യൂസുഫ് ഇന്നക ലഫി അല്ലെ ലലാലി മുബീൻ, അവിടെ അത് പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് ആര് കേട്ടിട്ടുണ്ട്? ഈ മക്കള് കേട്ടിട്ടുണ്ട്. വാപ്പ വഴികേടിലാണ്, വാപ്പ ഡെല്യൂഷനിലാണ്, വാപ്പ ലോസ്റ്റ്, ഹീസ് എ ലോസ്റ്റ് കോസ് അല്ലെ, വാപ്പ ഒരു ലോസ്റ്റ് കോസ് ആണ്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഇടക്കിടക്ക് ആവർത്തിച്ച് പറയുന്നത് ഈ മക്കൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മക്കളില്ലാത്തപ്പോ, ഈ യഥാർത്ഥ മക്കളില്ലാത്തപ്പോ മക്കളുടെ മക്കള്, പേരക്കുട്ടികള്, അവരുടെ ഫാമിലി ഒക്കെ പിതാവ് ഇങ്ങനെ, അല്ലെങ്കിൽ പിതാമഹൻ ഇങ്ങനെ, യക്കൂബ് അലൈഹി ഇസ്ലാം ഇങ്ങനെ യൂസുഫിന്റെ മണം കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അവര് പറയുന്നത് ഇന്നക ലഫീ ലലാലിക്കൽ ഖദീം, ആ പഴയ പ്രാന്ത് തന്നെ അല്ലെ, ആ പഴയ വട്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ ഉരുവിടുന്നു എന്ന് അവർ പറയാണ്. സോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണത് അല്ലെ, എത്രയോ 40 വർഷം, 4 decades ago, ആ 40th ആനിവേഴ്സറി അവർ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ദ സെയിം ഇൻസൾട്ട്. ഇതുവരെ അവരിത് ഈ മക്കളൊക്കെ അത് കേട്ടിട്ടുണ്ടാവാ, ഇവര് ബിഹൈൻഡ് ദ ബാക്ക് അല്ലെ, വാപ്പാനോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും വാപ്പാനോട് നേരിട്ട് പറഞ്ഞതായിട്ട് ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഇതുവരെ ബിഹൈൻഡ് ദ ബാക്ക് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നൗ ബ്രദേഴ്സ് ഇത് ബിഹൈൻഡ് ദ ബാക്ക് ആണ് പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ചിൽഡ്രൻ, അവരുടെ ഗ്രാൻഡ് കുട്ടികൾ ഇപ്പൊ അത് പിതാമഹന്റെ മുഖത്ത് നോക്കി പറയാണ് ഇന്നക ലഫീ ലലാലിക്കൽ ഖദീം, പഴയ ഡെലൂഷൻ. അതില് കുറച്ച് മുഫസ്സിറുകൾ ആ ലലാലിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത് നമ്മളൊന്ന് പറയാം. ഖത്താദ പറഞ്ഞിട്ടുള്ളത്, അവര് ലലാൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഇൻസാനിറ്റി, ഒരു പ്രാന്ത് അല്ലെ. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു വട്ട്. കെലിമ ഗലീള, അദ്ദേഹം പറഞ്ഞത് അതൊരു വളരെ ക്രൂരമായ ഒരു വാക്കാണ്. സോ ഫിൽത്തി, വളരെ വളരെ മോശമായിട്ടുള്ള ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് പിന്നെ വളരെ മോശമായിട്ടുള്ള ഒരു ഫിൽത്തി കെലിമത്തുണ്ട് ഗലീല, വളരെ മോശമായിട്ടുള്ള ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ്. പിന്നെ ഒരിക്കലും അവരെ പോലത്തെ ഒരു വിഭാഗം ആളുകള് അത് അദ്ദേഹത്തെ പോലെ ഒരു നബിയോട് പറയാൻ പാടില്ലാത്ത, നോട്ട് അപ്രോപ്രിയേറ്റ്, ഗൈറു മുനാസബ് ലഹും, അവർക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇമാം അലൂസി അതിനെക്കുറിച്ച് പറഞ്ഞത്, അവരുടെ താങ്കൾ, അല്ലെങ്കിൽ യക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവരാ പറയുന്നത്, യു ആർ സോ ഡ്രൗണ്ട് ഇൻ യുവർ ഓൾഡ് ഡെലൂഷൻ, താങ്കളുടെ ആ പഴയ വഴികേടിൽ വല്ലാതെ മുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഇന്നക ലഫീ ലലാലിക്കൽ ഖദീം എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. മുഖാത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഷഖാ വൽ അനാ, ഒരു ഡിസ്ട്രസ് ആൻഡ് അഗണി, മിസറി, ഭയങ്കര താങ്കളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് എന്നർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്ന് പറയുന്നത്. ഇബ്നു ആഷൂർ അതിനെക്കുറിച്ച് പറഞ്ഞത്, താങ്കൾ എടുത്തിരിക്കുന്നത് ദ റോങ് റോഡ്, ഹൂസ് എൻഡ് ഈസ് എ ഡെഡ് എൻഡ്, അല്ലെങ്കിൽ ഒരു അറ്റമില്ലാത്ത, താങ്കൾക്ക് വഴിമുട്ടിപ്പോകുന്ന ആ ഒരു എൻഡിലാണ് താങ്കൾ, അങ്ങനത്തെ ഒരു റോഡാണ്
താങ്കൾ എടുത്തിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ് ഇബ്നു ആഷൂർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു യാക്കൂബ് നബി അലൈഹി സ്വലാമയെ ആദരിച്ചു. അദ്ദേഹത്തെ ആദരിച്ചതിന്റെ ലക്ഷണമാണ് യൂസുഫ് അലൈഹി സ്വലാമയുടെ മണം, ഗന്ധം അദ്ദേഹം ഇങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത്. ആ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു ഓണർ ചെയ്ത ആ വ്യക്തിത്വത്തെ, ആ പ്രവാചകനെ ആദരിക്കാനോ അദ്ദേഹത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കാനോ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ തന്നെ ഉള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ഇത് വരച്ചു കാട്ടുന്നത്. യക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ കുട്ടികൾ നഷ്ടപ്പെട്ടു, 2 പ്രധാനപ്പെട്ട കുട്ടികൾ നഷ്ടപ്പെട്ടു. കൂടാതെ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു 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 പിന്നെ എന്താ പറയാ, പോയിസണസ് വേർഡ്സ് പറയുന്ന, ഫിൽത്തി വേർഡ്സ് പറയുന്ന, മോശം വാക്കുകളും മോശം പ്രയോഗങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന. അപ്പോൾ ഹീസ് ആക്ച്വലി ബീങ് ട്രൈഡ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പരീക്ഷണമായിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ വേറൊരു മെസ്സേജ് ഉള്ളത് എന്താന്ന് വെച്ചാല്, അവർക്ക് വേണമെങ്കിൽ പിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ പിതാമഹനെ കുറിച്ച് ഒന്നും പറയാതിരിക്കാം അല്ലെ. അദ്ദേഹം അങ്ങനെ പിറുപിറുത്തോട്ടെ എന്ന് പറയാം അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ ചിലര്. അതങ്ങനെ പറയും, വയസ്സായ ആളല്ലേ അവിടെ പറഞ്ഞോട്ടെ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇന്നക ലഫി കാലു തല്ലാഹി ഇന്നക ലഫി ലലാലിക്കൽ ഖദീം എന്ന് അത്ര ക്രൂരമായ, അത്ര മോശമായ, അപമാനിക്കുന്ന വാചകങ്ങൾ അവർ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനസിക സൈക്കോളജി, അതിന്റെ സൈക്കോളജി എന്താ? ആ സൈക്കോളജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ചില ആളുകൾ അങ്ങനെയുണ്ട്. അവർക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും വാസ്തവത്തിൽ അവര് സന്തോഷിക്കല്ലേ വേണ്ടത്. കാരണം അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം, അതുവരെ പ്രയാസം അനുഭവിച്ചിരുന്ന വഹുവ കലീം അല്ലെ, വബിയല്ലത്ത് ഐനാഹു വഹുവ കലീം, കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഫീൽ ചെയ്യാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി തിരിച്ചു വരികയാണ്. അപ്പോ അത് ഒരു എന്താ പറയാ, ശരിക്കും കുടുംബത്തിലൊരു സന്തോഷത്തിനും ആ സന്തോഷം മൊത്തം ഫാമിലിയിലേക്ക് വ്യാപിക്കേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും അവരെന്ത് ചെയ്യണം, അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ അർത്ഥം അങ്ങനത്തെ ചില ആളുകൾ ഉണ്ട് സൈക്കോളജിക്കലി. അങ്ങനെ സൈക്കോ എന്താണ് അങ്ങനെ പറയാം, അവര് അങ്ങനത്തെ ഒരു സൈക്കോ സെമാറ്റിക് അവസ്ഥ അവർക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മറ്റുള്ളവർ സന്തോഷിക്കുന്ന ഒരു സംഗതി അവർക്ക് ഇഷ്ടമല്ല, അതിനപ്പം അവർ അടിച്ചമർത്താൻ ശ്രമിക്കും. ആ സന്തോഷത്തെ ആ സന്തോഷം കാണുമ്പോൾ ദേ ആർ സോ ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ അവര് ആ ഫ്രസ്ട്രേഷൻ, പിശാചിനെ പോലെ അല്ലെ. പിശാജ് അങ്ങനെയാണല്ലോ. പിശാചിന് ആദം നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു കൊടുത്ത പദവിയെ കാണാൻ പിശാചിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പിശാചിന്റെ ഈഗോ വന്നിട്ട് ഞാനാണ് അവനേക്കാളും മികച്ചതെന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പം അവർക്ക് കിട്ടിയ സന്തോഷത്തെ എങ്ങനെയെങ്കിലും അൺഡു ചെയ്യണം, അതിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവർ പിന്നെയും ക്രൂരമായ വാക്കുകൾ പ്രയോഗിക്കും. അങ്ങനത്തെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആ ഒരു വിഭാഗം നമ്മുടെ ഒക്കെ ജീവിതത്തിലും ആളുകളെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ കുറിച്ച് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ ഉള്ള ആളുകളാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കേട്ടോ. എല്ലാം മറ്റുള്ളവരിലേക്ക് മാത്രം ചേർത്ത് വെക്കണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഇതൊക്കെ മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഇതിൽ നിന്നൊക്കെ വളരെ മുക്തനായിട്ടുള്ള പരിശുദ്ധനാണ് എന്ന് ധരിക്കുന്നതിന് പകരം എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടോ എന്നതാണ് ഈ ആയത്തുകളും ഈ ആശയങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ സ്വയം തന്നെ, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടൊക്കെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനം ഒന്നത്. രണ്ടാമത്തത് ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതായത് ഒരു മോബ് മെന്റാലിറ്റിയെ കുറിച്ചാണ്, ഒരു കളക്റ്റീവ് തിങ്കിങ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ കുടുംബത്തില്, യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ കുടുംബത്തില് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് വകുപ്പില്ല. കുറച്ചു പേരൊക്കെ എന്തായിട്ടുണ്ടാവും, ആ മക്കളുടെ കൂട്ടത്തില് പിന്നെ പേരക്കുട്ടികളുടെ കൂട്ടത്തില്, മരുമക്കളുടെ കൂട്ടത്തിലൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഒരു ജനറൽ വീക്ഷണം, ഒരു പൊതുവീക്ഷണം ആളുകൾ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ എതിരെ നിൽക്കുന്ന ആളുകൾ പോലും അതിനെ പറയാൻ മടിക്കും. കാരണം എന്താ? കാരണം അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കൂബ് നബി അലൈഹി സ്വലാമോടൊപ്പം അവർ നിന്ന് കഴിഞ്ഞാൽ അവരായിരിക്കും പിന്നെ അടുത്ത ഇവരുടെ അല്ല. ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമെ കിണറ്റിലിട്ടു, ബിന്യാമീനോട് അവർ മോശമായി പെരുമാറി. അതിന്റെ അർത്ഥം എന്താ? ആ ലെവലിൽ ആരൊക്കെ പോകുന്നുണ്ടോ അവരൊക്കെ ഇവര് ആക്രമിക്കും. ഒരു വാക്കുകൾ കൊണ്ട് ആക്രമിക്കും, ബുള്ളിയിങ് നടത്തും, പരിഹസിക്കും, ആക്ഷേപിക്കും, വാക്കുകളുടെ കൂർത്ത പ്രയോഗങ്ങൾ നടത്തും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ അതായിരിക്കും അവരുടെ യു ആർ ക്രേസി ടു, നീയും ആ ഒരു
പിന്നെ ഭ്രാന്ത് ബാധിച്ച ആളെ പോലെ, വട്ട് ബാധിച്ച ഒരാളെ പോലെയാണ് എന്നൊരവസ്ഥ. അപ്പൊ ആ ഒരു നെക്സ്റ്റ് ടാർഗറ്റ്. അതുകൊണ്ടാണ് അള്ളാഹു ഇപ്പൊ സൂറത്ത് അസ്റില് വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാചകം എന്താ? വതവാസൗ ബിസ് സബ്ർ. അല്ലെ? നമ്മൾ സത്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സത്യത്തിനെതിരെ നമ്മൾ പറയുന്ന സത്യത്തിന്റെ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ നമുക്കെതിരെ തിരിയും. അപ്പൊ സബറ്, അവിടെ ഒരു ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കരുത്തുള്ള മാനസിക അവസ്ഥ വേണം. ജസ്റ്റിസിന് വേണ്ടി സംസാരിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ യു നീഡ് ടു ബി ബോൾഡ്. യു നീഡ് ടു ബി അലോൺ സംടൈംസ്. അല്ലെ? പലപ്പോഴും നമ്മൾ ഈ മോബ് മെന്റാലിറ്റിന്ന് മാറിയ ഒരു വിഭാഗമായിരിക്കും നമ്മൾ. അതിൽ നിന്ന് മാറി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൂടി കണ്ടിട്ട് വേണം നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനെ പേടിച്ച് മാറണമെന്നല്ല, മറിച്ച് ആ സത്യത്തിനു വേണ്ടി എത്രത്തോളം ശബ്ദിക്കുന്നു അത്രത്തോളം സബറും നമ്മുടെ ഒപ്പം വേണം. അതിനുവേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം എന്നതുകൂടി ഈ ഈ പാഠത്തിന്റെ ഈ പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഈ ഒരു വശത്തിൽ. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഒരു ആയത്തിലേക്ക് പോകുമ്പോൾ അതും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അത് എന്താണ്? ഇനി വാസ്തവത്തിൽ ശരിക്കും 94 മുതൽ 96 വരെ ഒന്നിച്ചിട്ടാണ് പറയേണ്ടത്. പക്ഷെ അടുത്ത വാചകം, അടുത്ത ആയത്ത് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു ബ്യൂട്ടി. അതായത് ഇവരിപ്പോഴും ഞാൻ യൂസുഫിന്റെ മണം കാണുന്നു, എനിക്ക് യൂസുഫിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും അവർ കളിയാക്കാണ്. അങ്ങനെ അവർ കളിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ യാത്രാ സംഘം ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് വന്ന് പിന്നെ സംഭവിക്കുന്നത് എന്താ? യൂസുഫിന്റെ ഷർട്ട് തന്നെ വരികയാണ്. അപ്പോഴാ അവരുടെ കള്ളി പൊളിയാണ്. അതൊരു ഭയങ്കര സീനാണ്. അത് അടുത്ത ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ, ഇൻഷാ അള്ളാ. അപ്പോൾ ഇതാണ് ഇപ്പൊ ഈ ആയത്തുകളുടെ ഒരു ചെറിയ വിശദീകരണം. ഇൻഷാ അള്ളാ ഇതിനകത്തൊരു എന്തെങ്കിലും സംശയങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനെ നമുക്ക് ഉപയോഗിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം സൂറത്ത് യൂസുഫിന്റെ 94, 95 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് ഇനിയും വിശദമായി അതിന്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ നന്നായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا نور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعله لنا شفيعا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.